നമസ്കാരം. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ 5 വാഗ്ദാനങ്ങളായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. കർണാടകയിൽ കോൺഗ്രസിന്റെ കൊടി പാറി അവർക്ക് വിജയിക്കാൻ വേണ്ടി. അത് വെറും ഒരു വാഗ്ദാനമായിരുന്നുവെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. എന്തെങ്കിലുമൊക്കെ ഒരു കിടിലം വാഗ്ദാനങ്ങൾ നൽകി വോട്ട് പിടിച്ച് വിജയിച്ച് അധികാരത്തിൽ വന്നതിന് ശേഷം അതൊക്കെ മറക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ കോൺഗ്രസിനുള്ളതാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ അവിടെ പര്യടനം നടത്താൻ വന്നപ്പോഴും കൊടുത്ത വാഗ്ദാനം ചില്ലറയായിരുന്നില്ല. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് അധികാരത്തിൽ വന്നപ്പോൾ വാഗ്ദാനങ്ങൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കർണാടകയിലെ ജനങ്ങൾ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. അവസാനം നിറവേറ്റിയ വാഗ്ദാനം, അതായത് ഒരു വാക്ക് കൊടുത്താൽ ആ വാക്ക് നടപ്പിലാക്കണം, അത് നടപ്പിലാക്കാൻ കോൺഗ്രസിന് ഖജനാവ് തപ്പേണ്ടി വന്നു. ഖജനാവിലാണെങ്കിൽ ചില്ലറ പൈസയില്ല. ഉള്ള എല്ലാ പൈസയും കൂടെ എടുത്ത് വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റിയപ്പോൾ ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. കാലിയായ ഖജനാവ് നിറയ്ക്കാനുള്ള വഴി തേടുകയാണ് സിദ്ധരാമയ്യ സർക്കാർ. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ പുത്തൻ ആശയങ്ങൾ പറഞ്ഞു തരാൻ ഒരു വിദേശ കൺസൾട്ടൻസി കമ്പനിക്ക് സർക്കാർ കരാറ് നൽകിയിരിക്കുകയാണ്. കർണാടകയിലെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്. അമേരിക്കയിലെ മസാച്യുസെറ്റ്സ് ആസ്ഥാനമായുള്ള ബോസ്റ്റർ കൺസൾട്ടിംഗ് ഗ്രൂപ്പിനാണ് സിദ്ധരാമയ്യ കരാർ നൽകിയിരിക്കുന്നത്. 6 മാസം കമ്പനി കാര്യങ്ങളൊക്കെ പഠിച്ച് ഫീസായി 9.5 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. സർക്കാർ മാർച്ചിൽ ഇതിനായി ടെൻഡർ ക്ഷണിച്ചിട്ടുമുണ്ട്. ഏറ്റവും കുറവ് തുകയിൽ ടെൻഡർ നടപടികൾ പങ്കെടുത്ത സ്വകാര്യ കമ്പനിയാണ് കരാർ ലഭിച്ച ബോസ്റ്റൺ കൺസൾട്ടൻസി ഗ്രൂപ്പ്. കമ്പനി കർണാടക സർക്കാരിന്റെ ധനവകുപ്പിൽ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചു തുടങ്ങിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കമ്പനി നൽകുന്ന നിർദ്ദേശപ്രകാരം വിവിധ നികുതികൾ ക്രമീകരിച്ചാകും വരുമാനം കൂട്ടാനുള്ള വഴി കണ്ടെത്തുക. സംസ്ഥാനത്ത് അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനെ സഹായിച്ച 5 ഗ്യാരണ്ടി പദ്ധതികളാണ് സംസ്ഥാന ഖജനാവിന് ഇത്രയേറെ ഭാരമായതെന്നും പ്രതിപക്ഷമായ BJPയും JDSും ആക്ഷേപപ്പെടുത്തുന്നുണ്ട്. വരവറിയാതെ ചെലവ് നടത്തി കോൺഗ്രസ് സർക്കാർ സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് തള്ളിവിടുകയാണെന്ന്, പുത്തൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾക്ക് സംസ്ഥാനം തീരെഴുതി കൊടുക്കുകയാണെന്നും BJP അധ്യക്ഷൻ BY വിജേന്ദ്ര ആരോപിച്ചു. നരേന്ദ്രമോദിയുടെ മിഷൻ 2047 രൂപരേഖ തയ്യാറാക്കിയ അതേ കമ്പനിയാണ് കർണാടകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്നും ആരോപണങ്ങൾക്കാണ് കോൺഗ്രസിന്റെ മറുപടി നൽകിയിരിക്കുന്നത്. നികുതിദായകരല്ലാത്ത വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി, സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കിയ ശക്തി പദ്ധതി, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്ക് 10 കിലോഗ്രാം അരി നൽകുന്ന അന്നഭാഗ്യ പദ്ധതി, 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതി, ഡിപ്ലോമ ബിരുദധാരികളായ തൊഴിൽ രഹിതർക്ക് 4500 രൂപ പ്രതിമാസം നൽകുന്ന യുവനിധി പദ്ധതി എന്നിവയാണ് കർണാടക സർക്കാർ നടപ്പിലാക്കിയ 5 ഗ്യാരണ്ടികൾ. ഇതിനായി 45,000 കോടി രൂപയാണ് പ്രതിവർഷം സംസ്ഥാന ഖജനാവിൽ നിന്ന് വകയിരുത്തിയത്. കൺസൾട്ടൻസി കമ്പനിക്ക് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാകും അടുത്ത വർഷത്തെ ബഡ്ജറ്റ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കുക. അടുത്തിടെ സർക്കാർ ഇന്ധന നികുതി 3 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. വൈകാതെ വെള്ളക്കരം കൂട്ടാനുള്ള ആലോചനയിൽ ഭൂനികുതി, കെട്ടിടം തുടങ്ങിയവയിലും വർധന പ്രതീക്ഷിക്കാം. ചുരുക്കം പറഞ്ഞാൽ കർണാടക സർക്കാർ ഇപ്പോൾ കേരള സർക്കാരിന്റെ അതേ മാതൃകയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഖജനാവിൽ 1 രൂപ പോലും എടുക്കാനില്ല, എവിടെയൊക്കെ വില കൂട്ടണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നാൽ കർണാടക ഒരുപക്ഷെ കേരളത്തിന്റെ മാതൃകയിലും അതിൽ കൂടുതൽ ഒരു ശ്രീലങ്കയുടെ മാതൃകയിലും എത്തിപ്പെടാം എന്നതിൽ സംശയമില്ല. പിന്നെ ഈ 5 ഗ്യാരണ്ടികൾ കർണാടക സർക്കാർ പ്രഖ്യാപിച്ചത് വെറും വൃത്തികെട്ട കുറെ ഗ്യാരണ്ടികളാണ്. അതായത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതിയാണ് രൂപപ്പെടുത്തേണ്ടത്. അല്ലാതെ ഓരോ യുവാക്കൾക്കും അവന്റെ മാനത്തിന് വില പറഞ്ഞ് 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ കൊടുക്കുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അധികാരം പിടിക്കാൻ എന്ത് വൃത്തികെട്ട പദ്ധതിയും ആവിഷ്കരിച്ചിട്ട് അത് വാഗ്ദാനങ്ങൾ നിറവേറ്റിയാൽ അത് ചെയ്യുക തന്നെ വേണം. അല്ലാതെ വാഗ്ദാനങ്ങൾ നിറവേറ്റി അധികാരം പിടിച്ചിട്ട് എവിടെ വാഗ്ദാനമെന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അവരെ ആട്ടി പുറത്താക്കുന്ന രീതിയല്ല കോൺഗ്രസ് കാണിക്കേണ്ടത്.